ഗുഡ് മോർണിംഗ്. നമ്മൾ കെമിസ്ട്രിയാണ് തുടങ്ങാൻ പോണത്. അപ്പോൾ നമ്മൾ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കാൻ പോണത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽ അരിത്തമെറ്റിക്. ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽ അരിത്തമെറ്റിക്. അപ്പോൾ നമ്മൾ ആറ്റം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ് ആറ്റം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ആറ്റം? ഒരു എലമെൻറ്റിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയാം. ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി ഈ ആറ്റത്തിനെ പിന്നെയും എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെൻറ്റ് വിച്ച് ഈസ് എന്താണ്? ഇൻഡിവിസിബിൾ. ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ്. പിന്നെ ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആറ്റം എന്ന് പറയുന്നത്. ഇനി ആരാണ് ആറ്റം കണ്ടുപിടിച്ചത്? ആറ്റം ഡിസ്കവേർഡ് ബൈ ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ. അപ്പോൾ ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ആറ്റം കണ്ടുപിടിച്ചത്. അപ്പോൾ അദ്ദേഹം എന്താണ്, ഒരു ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, ഒരു അറ്റോമിക് തിയറി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആറ്റത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് ആറ്റം എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ഒരു എലമെൻറ്റിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റം ഇൻഡിവിസിബിൾ ആണ്, പിന്നെയും അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ആറ്റം ഡിസ്കവർ ചെയ്തത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ഇനി ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി. മാറ്റേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റം. മാറ്റേഴ്സിൽ അല്ലെങ്കിൽ എല്ലാ ദ്രവ്യത്തിലും എന്താണ്? ഇൻഡിവിസിബിൾ ആയിട്ടുള്ള, അവിഭാജ്യമായിട്ടുള്ള അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയാത്ത ആറ്റംസ് ഉണ്ട്. All the atoms of a given chemical elements are identical in mass and in all other properties. അതായത് ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റംസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റംസും. ഇപ്പോൾ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് കോടിക്കണക്കിന് ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ എല്ലാ ആറ്റത്തിനും എന്താണ്? ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും, അവർ സെയിം ആയിരിക്കും. മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കെമിക്കൽ എലമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് ആൻഡ് ഇൻ പെർട്ടിക്കുലാർസ് സച്ച് ആറ്റം ഹാവ് ഡിഫറെൻറ്റ് മാസസ്. ഇനി ഒരേ എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റംസും സെയിം ആയിരിക്കും. അപ്പോൾ എന്താണ്? ഡിഫറെൻറ്റ് എലമെൻറ്റിൻ്റെ ആറ്റംസ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അവരവരുടെ മാസിലും. മറ്റേത് സെയിം എലമെൻ്റ് എന്താണ്? മാസ് കൊണ്ടും പ്രോപ്പർട്ടി കൊണ്ടും ഒക്കെ എന്താണ്? സെയിം ആയിരിക്കും. മാസ് എന്ന് പറയുന്നത് അവരുടെ ഭാരം, അതൊക്കെ സെയിം ആയിരിക്കും. ഡിഫറെൻ്റ് എലമെൻ്റ് എന്തായിരിക്കും? ഈ ഭാരവും പ്രോപ്പർട്ടിയും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ് വരുന്നത് ആറ്റംസ് ആർ ഇൻഡിസ്ട്രക്റ്റബിൾ ആൻഡ് റീറ്റെയിൻ ദെയർ ഐഡൻറ്റിറ്റി ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി ആറ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ആറ്റമാണ് ഏറ്റവും സിമ്പിൾ, അതിൽ നിന്ന് പിന്നെയും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. The formation of a compound from its elements occurs through the combination of atoms of unlike elements in small whole number ratio. ഇനി കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അവരുണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ആറ്റംസ് കൂടിച്ചേർന്നിട്ട്, വെറുതെ ഇങ്ങനെ കൂടിച്ചേരല്ല, ഒരു വോൾ നമ്പർ റേഷ്യോ, പ്രത്യേക റേഷ്യോകളിൽ നമ്മൾ ആറ്റംസിനെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമ്പൗണ്ട്സ് കിട്ടും. ആറ്റംസും എലമെൻസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ട്സ്, സംയുക്തങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പോൾ വാട്ടർ, മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെയുള്ള സംയുക്തങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റം എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ചോദിക്കും ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി. അപ്പോൾ ഈ പോയിൻറ്റ്സ് എഴുതി വയ്ക്കാം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി. ഇനി ആറ്റം ആണ് ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് വരുന്ന സ്റ്റേജ് ആണെന്ത്? മോളിക്യൂൾസ്. ആറ്റംസ് കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് എന്ത്? മോളിക്യൂൾസ്. ഇനി മോളിക്യൂൾ എന്ന് പറയുമ്പോൾ മറ്റൊരു കണ്ടീഷൻ കൂടിയുണ്ട്. അതായത് അവർക്ക് സ്റ്റേബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. അവരെന്താണ്? സ്റ്റേബിളാണ്. അവരെന്തായിരിക്കും? അവർ സ്റ്റേബിളായിരിക്കും. അതേപോലെ തന്നെ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കാനും കഴിയും. അങ്ങനെയുള്ള ആൾക്കാരാണ് ആര്? മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസ് എങ്ങനെയാണ് ഉണ്ടാവണത്? ആറ്റംസ് കൂടിച്ചേർന്നിട്ട്. ഇപ്പോൾ നമ്മൾ ബയോളജിയിലൊക്കെ പറയുകയാണെങ്കിൽ സെല്ല് കൂടിച്ചേർന്ന് ടിഷ്യൂ അങ്ങനെയൊക്കെ പറയില്ലേ? അതേപോലെ ഏറ്റവും സിമ്പിൾ ആരാണ്?
ആറ്റമാണ്. ആറ്റം കൂടിച്ചേർന്ന് മോളിക്യൂൾ ഉണ്ടായി. ആറ്റം എന്താണ്? ഇൻഡിവിസിബിൾ ആണ്. ഇനി മോളിക്യൂളിൻ്റെ കണ്ടീഷൻ എന്താണ്? അവർ സ്റ്റേബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉള്ളവരാണ്. മോളിക്യൂൾ ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെൻറ്റ് ഓർ എ കോമ്പൗണ്ട് ദാറ്റ് ക്യാൻ ഹാവ് എ സ്റ്റേബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. ഇനി മോളിക്യൂൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എന്താണ്? എലമെൻറ്റ് വരാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് വരാം. പക്ഷേ ഒരു സാധനം മോളിക്യൂൾ ആവണമെങ്കിൽ എന്താണ് അതിൻ്റെ കണ്ടീഷൻ? അവർ സ്റ്റേബിൾ ആയിരിക്കണം, അവർക്ക് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ. ഇത് ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ എല്ലാ മാസവും ഇവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ന്യൂക്ലിയസിലാണ് പ്രോട്ടോണും ന്യൂട്രോണും കാണുന്നത്. അതിന് ചുറ്റുള്ള നിശ്ചിത എനർജി ലെവൽസ് ഉള്ള ഓർബിറ്റുകളിലാണ് ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രോട്ടോണ് പോസിറ്റീവ്, ഇലക്ട്രോണ് നെഗറ്റീവ്, ന്യൂട്രോണ് ചാർജ് ഇല്ല. പ്രോട്ടോണിൻ്റെ നമ്പറും ഇലക്ട്രോണിൻ്റെ നമ്പറും സെയിം ആണ്. ഇനി സെഡ് അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു ഒന്നുകിൽ പ്രോട്ടോണിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ നമ്പർ. മാസ് നമ്പർ മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണം. ഇത്രയും ഓർത്ത് വയ്ക്കാം. ഇനി മോളിക്യൂൾ എന്ന് പറയുന്ന പേര് കൊടുത്തത് അവഗാഡ്രോ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവഗാഡ്രോ നമ്പർ എന്ന് കേട്ടിട്ടുണ്ടോ? 6.022 × 10⁻23 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഈ ചാപ്റ്ററിൽ. ഇനി ആറ്റത്തിലേക്ക് വരാം. ആറ്റത്തിൽ 3 പാർട്ടിക്കിൾ ഉണ്ട്. ആറ്റം ഇൻഡിവിസിബിൾ ആണ്, പക്ഷെ ആറ്റത്തിൽ എന്താണ്ട് 3 പാർട്ടിക്കിൾ ഉണ്ട്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ആറ്റത്തിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക? ന്യൂക്ലിയസ് എന്ന് പറയാം. ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയാം. ഈ ന്യൂക്ലിയസിലാണ് ആറ്റത്തിൻ്റെ എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഭാരം മുഴുവനും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ്. ഇനി ആറ്റത്തിലെ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഈ ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ എവിടെയാണ് കാണപ്പെടുന്നതെന്ന് നോക്കാം. പ്രോട്ടോൺ അതേപോലെ തന്നെ ന്യൂട്രോൺ, പ്രോട്ടോണും ന്യൂട്രോണും ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. പ്രോട്ടോണും ന്യൂട്രോണും ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഒരു നിശ്ചിത എനർജി ഓർബിറ്റൽസ് ഉണ്ട്. ഇപ്പോൾ എനർജി ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ചിട്ട് എന്താണ് എനർജി ലെവൽസ് ഉണ്ട്. അതിനാണ് നമ്മൾ എന്താ പറയുക? ഓർബിറ്റ്സ് എന്ന് പറയുക. ഓർബിറ്റ്. അങ്ങനെയുള്ള ഓർബിറ്റുകളിൽ ഇങ്ങനെ ആ ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്? ഇലക്ട്രോൺ. പ്രോട്ടോൺ ന്യൂട്രോൺ എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ആറ്റത്തിൻ്റെ മാസ് മുഴുവൻ എവിടെയായിരിക്കുന്നത്? ന്യൂക്ലിയസിലാണ്. ഇനി പ്രോട്ടോണെ കുറിച്ച് പറയാം. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളാണ് ആര്? പ്രോട്ടോൺ പി പോസിറ്റീവ്. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളാണ്. അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് 1.6 × 10⁻⁻19 കുളം. -19 കുളമ്പാണ് അതിൻ്റെ ചാർജ്. പ്രോട്ടോണിൻ്റെ മാസ്, ആറ്റത്തിൻ്റെ അല്ല, പ്രോട്ടോണിൻ്റെ മാസ് 1.672 × 10⁻⁻27 കിലോഗ്രാം. ഇനി പ്രോട്ടോണെ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. പ്രോട്ടോൺ ഇരിക്കുന്നത് എവിടെയാ? ന്യൂക്ലിയസിലാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. തോംസൺ ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്. ചാർജ് എന്ന് പറയണത് -1.6 × 10⁻⁻19 കൊളംബ്. കണ്ട 1.6 × 10⁻⁻19 കൊളംബ്. അതായത് എന്താണ്? വാല്യൂ സെയിം ആണ്. പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ചാർജിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സൈൻ മാത്രമാണ് ഡിഫറൻ്റ് ഉള്ളൂ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരാറ്റത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്ര തന്നെ എന്തുണ്ടായിരിക്കും? ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അവർ തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ചാർജിലാണ്. ചാർജ് എന്ന് പറയുമ്പോൾ പ്രോട്ടോണ് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജും ആണ്. ഇനി ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻⁻31 കിലോഗ്രാം. ഇനി മൂന്നാമത്തെ പാർട്ടിക്കിൾ ന്യൂട്രോൺ.
അപ്പം ന്യൂട്രോൺ നെഗറ്റീവ് എന്നൊന്നും ആലോചിക്കരുത്. ന്യൂട്രോണ് ചാർജ് ഇല്ല. ന്യൂട്രോൺ നില്ലെന്ന് ആലോചിച്ചാൽ മതി. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. ന്യൂട്രോൺ ഡിസ്കവേർഡ് ബൈ ജെയിംസ് ചാഡ്വിക്. ഇതൊക്കെ ഞാൻ വെറുതെ ഓർക്കാൻ പറയുന്നത് കേട്ടാ. മെയില് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ചാർജ്, അവരെവിടെയാണ് കാണുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ന്യൂട്രോണ് ചാർജ് ഇല്ലല്ലോ. ഇനി ഇവരുടെ മാസ് എന്ന് പറയുന്നത് 1.675 × 10⁻⁻27 കിലോഗ്രാം. അപ്പോൾ ഇതാണ് പാർട്ടിക്കിളിനെ കുറിച്ച് പറയാനുള്ളത്. പ്രോട്ടോണിൻ്റെയും എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്ര തന്നെ എന്തുണ്ടായിരിക്കും? ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ചാർജുകൾ തമ്മിലാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ആറ്റത്തിന് ചാർജ് ഇല്ല. പക്ഷെ ആറ്റത്തിൻ്റെ പാർട്ടിക്കിൾസിന് ചാർജ് ഉണ്ട്. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജും ഉണ്ട്. പക്ഷെ ആറ്റത്തിന് ചാർജ് ഇല്ല. എന്താ കാരണം? ആറ്റത്തിന് ചാർജ് ഇല്ലാത്തതിന് കാരണം നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇതാണ് പാർട്ടിക്കിൾസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി വേറെ 2 ടേംസ് ആണ് അറ്റോമിക് നമ്പറും മാസ് നമ്പറും. അറ്റോമിക് നമ്പർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ Z. അറ്റോമിക് നമ്പർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ Z. മാസ് നമ്പർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ A. തെറ്റരുത് കേട്ടാ. ക്യാപിറ്റൽ ലെറ്റർ A ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. അറ്റോമിക് നമ്പർ Z-ഉം മാസ് നമ്പർ ക്യാപിറ്റൽ Aയും. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയോ ഇലക്ട്രോണിൻ്റെയോ നമ്പർ. ഒന്നുകിൽ പ്രോട്ടോണിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ നമ്പർ. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു കണക്ക് പോലെ ചോദിക്കാം. ഒരു ആറ്റത്തിൽ അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരാറ്റത്തിലെ ഇലക്ട്രോണിൻ്റെയോ പ്രോട്ടോണിൻ്റെയോ എണ്ണം. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം കൂടി കൂട്ടിയത്. സം ഓഫ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. കാരണം മാസ് നമ്പറാണ് അല്ലേ. മാസ് എവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്? മാസ് ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിൽ ആരൊക്കെയാണുള്ളത്? പ്രോട്ടോണും ഉണ്ട് ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ അവരുടെ എണ്ണങ്ങൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടി? മാസ് നമ്പർ കിട്ടി. അത് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ A. അപ്പോൾ മാസ് നമ്പർ തന്നിട്ടുണ്ട്, പ്രോട്ടോണിൻ്റെ എണ്ണവും തന്നിട്ടുണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ അത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും. പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയാണ് എന്ത്? ഇലക്ട്രോണിൻ്റെ എണ്ണം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണവും കിട്ടി. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാനൊക്കെയുള്ള കണക്കുകൾ വരും. ഇനി നമുക്ക് ഇതേപോലെ കുറച്ച് ടേംസ് ആണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത് കേട്ടോ ഈ ചാപ്റ്ററിൽ. ഇനി അടുത്തത് എംപെരിക്കൽ ഫോർമുല. എംപെരിക്കൽ EMPIRICAL എംപെരിക്കൽ ഫോർമുല. It is the simplest formula of a compound giving simplest whole number ratio of atom. It is the simplest formula of a compound giving simplest whole number ratio of an atom. ഇപ്പോൾ ഒരു കോമ്പൗണ്ട് വാട്ടർ എങ്ങനെയാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല? H2O. അതായത് ഹൈഡ്രജനും, അതായത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടെ ചേർന്നാണ് എന്ത്? 2 ഹൈഡ്രജൻ ആറ്റം 1 ഓക്സിജൻ ആറ്റം കൂടെ ചേർന്നാണ് എന്ത്? വാട്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂള്. അപ്പോൾ ഇതിൻ്റെ സിംപ്ലസ്റ്റ് വോൾ നമ്പർ റേഷ്യോ അല്ല, അതായത് 2 ഹൈഡ്രജൻ. അപ്പോൾ 2:1. 2:1 നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വെള്ളം കിട്ടും. ആ 2:1 അതിനെയാണ് എന്ത് പറയണത്? എംപെരിക്കൽ ഫോർമുല. ഇപ്പോൾ CO2 കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ 1:2. ഒരു അനുപാതത്തിൽ കാർബണും 2 അനുപാതത്തിൽ ഓക്സിജനും. മീഥൈൽ CH4 1:4. ഒരു അനുപാതത്തിൽ കാർബണും 4 അനുപാതത്തിൽ ഹൈഡ്രജനും. അപ്പോൾ കോമ്പൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആറ്റംസിനെ എടുക്കുന്ന സിംപ്ലസ്റ്റ് വോൾ നമ്പർ റേഷ്യോ അതിനെയാണ് എന്ത് പറയുക? എംപെരിക്കൽ ഫോർമുല എന്ന് പറയാം. ഇനി അടുത്തത് എക്സസ് റിയേജൻറ്റ്. ഇറ്റ് ഈസ് എ റിയാക്റ്റൻറ്റ് which is not completely consumed and remains unreacted during the reaction. അപ്പോൾ അതിന് മുന്നേ നമുക്ക് റിയാക്റ്റൻസ് എന്താണ്, പ്രോഡക്റ്റ്സ് എന്താണ് നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ, ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ആ കെമിക്കൽ റിയാക്ഷന് വിധേയമാകുന്നവരെയാണ് എന്ത് പറയുക? റിയാക്റ്റൻസ് എന്ന് പറയുക.
അതായത് ഹൈഡ്രജനും വാട്ടറും കൂടി ചേർന്നിട്ട് വെള്ളം ഉണ്ടാവുന്നു, ഒരു കെമിക്കൽ റിയാക്ഷൻ. ആ ഹൈഡ്രജനെയും അതുപോലെ ഓക്സിജനെയുമാണ് എന്ത് പറയുന്നത്, റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ആ കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞ് എന്താണോ നമുക്ക് കിട്ടുന്നത് അതിനെയാണ് എന്ത് പറയുക, പ്രോഡക്റ്റ് എന്ന് പറയുക. അതായത് വെള്ളം, ഹൈഡ്രജനും ഓക്സിജനും റിയാക്റ്റൻസും നമുക്ക് കിട്ടിയിട്ടുള്ള വെള്ളം എന്താണ്, പ്രോഡക്റ്റും. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് പങ്കെടുക്കാതെ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ബാക്കി കിടക്കുന്ന അതിൽ ഇൻവോൾവ് ആവാണ്ട് ബാക്കി കിടക്കുന്ന റിയാക്റ്റൻസിനെയാണ് എന്ത് പറയുക, എക്സസ് റിയേജന്റ് എന്ന് പറയാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോർമുല മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്യുലാർ മാസ്. അപ്പം അതിന് മുന്നേ മോളിക്യുലാർ മാസ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഓരോ ആറ്റത്തിനും ഇതേപോലെ തന്നെ എന്താണ്, അതിൻ്റേതായിട്ടുള്ള ഒരു മാസ് ഉണ്ട്, അറ്റോമിക് മാസ് ഉണ്ട്. ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റമാണ്, ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഒരു ആറ്റമാണ്. ഇനിയിപ്പോൾ ഈ ആറ്റംസ് തന്നെ എന്താണ്, ആറ്റമാണ്. ആറ്റംസ് കൂടി ചേർന്നിട്ട് മോളിക്യൂൾ ഉണ്ടാവുന്നുണ്ട്. മോളിക്യൂള് മോണോ അറ്റോമിക്, ഡൈ അറ്റോമിക്, പോളി അറ്റോമിക് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോണോ അറ്റോമിക് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ചില ആൾക്കാർക്ക് എന്താണ്, ഒറ്റ ആറ്റം മാത്രമുള്ള മോളിക്യൂൾ ഉണ്ട്. അതായത് മോളിക്യൂൾ എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്, സ്റ്റേബിൾ ആണ്, അതേപോലെ എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ ഒരു കണ്ടീഷനിൽ നിൽക്കാൻ പറ്റുന്നവരാരായി, മോളിക്യൂളായി. അപ്പോൾ ചില ആറ്റത്തിന് അങ്ങനെ നിൽക്കാൻ പറ്റും, അതുകൊണ്ട് അവരെ നമുക്ക് എന്ത് പറയാം, മോളിക്യൂൾ എന്ന് കൂടെ പറയാം. അപ്പോൾ ഒറ്റ ആറ്റം മാത്രമുള്ള മോളിക്യൂൾ ഉണ്ട്. ഇനി ഡൈ അറ്റോമിക് എന്ന് പറഞ്ഞാലോ 2 ആറ്റമുള്ള മോളിക്യൂള്. 2 ആറ്റമുള്ള മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക്, ഇപ്പോൾ ഓക്സിജനൊക്കെ O എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒറ്റ ഓക്സിജനായിട്ട് നിൽക്കാൻ പറ്റില്ല, ഇൻഡിപെൻഡൻ്റ് എക്സിസ്റ്റൻസ് ഇല്ല. അവർക്ക് നിൽക്കണമെങ്കിൽ എന്ത് വേണം, O2 ആവണം, 2 ആൾ വേണം. അപ്പോൾ ഓക്സിജൻ മോളിക്യൂൾ ആവണമെങ്കിൽ എന്താണ്, O2 എന്ന് എഴുതണം. വെറും O എന്ന് മാത്രമായി അതെന്താണ്, ഓക്സിജൻ ആറ്റം മാത്രമാണ്. ഓക്സിജൻ മോളിക്യൂൾ ആവണമെങ്കിൽ അതിന് ഇൻഡിപെൻഡൻ്റ് എക്സിസ്റ്റൻസ് വരണമെങ്കിൽ എന്ത് വേണം, ഒരെണ്ണം കൂടെ അതിൻ്റെ കൂടെ ചേരണം. ഇനി സൾഫർ, ഫോസ്ഫറസ് ഒക്കെ അവർ എന്താണ് 3-4 ആൾക്കാരൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, ഇത്രയും പേരെ കൂടെ നിൽക്കണം. അങ്ങനെയുള്ളവരെയാണ് എന്ത് പറയുക, പോളി അറ്റോമിക് എന്ന് പറയാം. അപ്പോൾ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ്, ഒരു ആറ്റത്തിന് എന്താണ് അറ്റോമിക് മാസ് ഉണ്ട്. അപ്പോൾ കാർബണ് 12 ഉണ്ട്, ഓക്സിജന് 16 ഉണ്ട്, ഹൈഡ്രജൻ 1, അങ്ങനെ ഓരോന്നിനും ഓരോ അറ്റോമിക് മാസ് ഉണ്ട്, കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ആ അറ്റോമിക് മാസിനെയാണ് നമ്മൾ എന്ന് പറയുക, മോളാർ മാസ് എന്ന് പറയാം. ആ അറ്റോമിക് മാസിനെയാണ് നമ്മൾ ആറ്റോമിക് മാസ്, അത് തന്നെയാണ് ഈ മോളാർ മാസ്. അതെങ്ങനെയാവണേന്ന് പറയാം കേട്ടോ. ഇപ്പോൾ ഒരു ഹൈഡ്രജൻ്റെ കേസ് പറയാം. അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1. ആ ഹൈഡ്രജൻ അറ്റോമിക് മാസിനെ നമ്മൾ ഗ്രാമിൽ പറഞ്ഞാൽ, അതായത് 1 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്തായി, ഗ്രാം അറ്റോമിക് മാസായി. ഈ ഗ്രാം അറ്റോമിക് മാസിനെയാണ് നമ്മൾ 1 മോൾ ഹൈഡ്രജൻ എന്ന് പറയാം. 1 മോൾ ഹൈഡ്രജൻ എന്ന് പറയാം. ഒരാറ്റത്തിൻ്റെ അറ്റോമിക് മാസിനെ, ഏതൊരാറ്റം ആയിക്കോട്ടെ അതിൻ്റെ അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ എന്തായി, ഗ്രാം അറ്റോമിക് മാസായി, ഗ്രാം അറ്റോമിക് മാസായി. ഈ ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ 1 ഗ്രാം അറ്റോമിക് മാസിലുള്ള ആ എലമെന്റ്, ആ ആറ്റം, അതാണ് അതിൻ്റെ മോൾ എന്ന് പറയുന്നത്. 1 മോൾ MOL 1 മോൾ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ യൂണിറ്റ് ആണ് 1 മോൾ. ഇനി കാർബൺ 12 അതിൻ്റെ അറ്റോമിക് മാസ്. കാർബൺ 12 അറ്റോമിക് മാസ്. അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് ആവണമെങ്കിൽ എന്ത് വേണം, 12 ഗ്രാം എന്ന് എഴുതിയാൽ മതി. അതാണ് 1 മോൾ കാർബൺ. അതായത് 1 മോൾ എന്ന് പറയുമ്പോൾ, 1 മോൾ ആറ്റം എന്ന് പറയുമ്പോൾ 1 മോൾ ഹൈഡ്രജൻ നമുക്ക് എന്താണ്, 1 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ മതി. പക്ഷേ 1 മോൾ കാർബൺ എടുക്കണമെങ്കിൽ 12 ഗ്രാം എടുക്കണം എന്ന് മനസ്സിലായ. ഒരാറ്റത്തിൻ്റെ അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ എന്തായി, ഗ്രാം അറ്റോമിക് മാസായി. അതാണ് അതിൻ്റെ 1 മോൾ. ഏതൊരാറ്റത്തിൻ്റെയും 1 മോൾ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ അറ്റോമിക് മാസിനെ ഗ്രാമിൽ എടുക്കുന്നത്.
ഒരാറ്റത്തിൻ്റെ ഒരു മോൾ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അറ്റോമിക് മാസിനെ ഗ്രാമിലുള്ള കണക്ക്. ഇനി ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16ആണ്. അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയായി? 16 ഗ്രാം. അപ്പോൾ ഒരു മോള് ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16 ഗ്രാം എടുക്കണം. പക്ഷെ ഒരു മോള് ഹൈഡ്രജനോ 1 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ മതി. ഒരു മോള് കാർബണ് 12 ഗ്രാം എടുത്താൽ മതി. ഒരു മോള് നൈട്രജന് 14 ഗ്രാം എടുത്താൽ മതി. കാരണം അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് 14 ഗ്രാമാണ്. അപ്പോൾ വ്യത്യാസമുണ്ട്, പക്ഷെ ഒക്കെ ഒരു മോളാണ്. സെയിം സാധനം തന്നെയാണ് എന്ത് മോളിക്യൂളിൻ്റെ കേസിലും. അതായത് മോളിക്യൂളിലും ഉണ്ടാവും എന്ത് മോളിക്യുലാർ മാസ്. ഇപ്പോൾ വാട്ടർ എന്താണ്? ഒരു മോളിക്യൂളും കൂടിയാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടിയിട്ടുള്ള ഒരു മോളിക്യൂള്. ഇപ്പോൾ H2O എന്നാണ് 2 ഹൈഡ്രജൻ. ഇപ്പോൾ 2 ഹൈഡ്രജൻ കൂടുമ്പോൾ 1 × 2 2 പ്ലസ് ഓക്സിജൻ്റെ 16. അപ്പോൾ 18ആണ് വാട്ടറിൻ്റെ മോളിക്യുലാർ മാസ്. എഴുതി കാട്ടിയരാട്ടാ. 18ആണ് വാട്ടറിൻ്റെ മോളിക്യുലാർ മാസ്. അതിനെ ഗ്രാമിൽ പറഞ്ഞ എന്തായി? ഗ്രാം മോളിക്യുലാർ മാസ്. അറ്റോമിക് അല്ല, ഗ്രാം മോളിക്യുലാർ മാസ്. അതാണ് ആ മോളിക്യൂളിൻ്റെ ഒരു മോള്. അപ്പോൾ ഒരു മോള് വാട്ടർ എടുക്കാൻ പറഞ്ഞാൽ എന്ത് വേണം? 18 ഗ്രാം വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പോഴോ അതിൻ്റെ മോളിക്യുലാർ മാസിനെ ഗ്രാമിൽ പറയണ ഗ്രാം. അതാണ് ഒരു മോള് കണക്ക്. എഴുതിയത് കാണിക്കുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ മൊളാർ മാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ആറ്റത്തിൻ്റെയും 1 മോള് മാസ്, അതിനെയാണ് എന്ത് പറയുക? മൊളാർ മാസ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ, ഒരു മോള് ആറ്റം അതിൻ്റെ മാസ്, അതിനെയാണ് എന്ത് പറയുക? മൊളാർ മാസ്. മൊളാർ മാസ് ഓഫ് എൻ എലമെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാസ് ഓഫ് 1 മോൾ ഓഫ് ആറ്റം ഓഫ് ദ എലമെന്റ്. ഒരു മോള് ആറ്റത്തിൻ്റെ മാസ്. ഒരു മോൾ ആറ്റം ഇപ്പം പറയാണ് മൊളാർ മാസ് ഓഫ് ഹൈഡ്രജൻ എത്രയാ? 1 ഗ്രാം. എങ്ങനെയാ? അതിൻ്റെ മോളെന്ന് പറയുമ്പോൾ ഒരു മോളെന്ന് പറയുമ്പോൾ 1 ഗ്രാം ആണ്. ഇനി മൊളാർ മാസ് ഓഫ് കാർബൺ 12, മൊളാർ മാസ് ഓഫ് ഓക്സിജൻ 16. എന്ന വഴി മനസ്സിലായ? ഇനി ഫോർമുല മാസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഗ്രാം മോളിക്യുലാർ മാസ് അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് പറഞ്ഞ പോലെ തന്നെ മൊളാർ മാസിനെ ഗ്രാമിൽ റെപ്രസെൻ്റ് ചെയ്യണത്. ഇനി നമുക്ക് വേറെ നോക്കാനുള്ള ടേമാണ് AMU. AMU എന്ന് പറയുമ്പോൾ കാർബൺ 12. ഇപ്പോൾ കാർബൺ തന്നെ പല ഐസോട്ടോപ്പ് ഉണ്ട്, പല മാസുള്ള കാർബൺസ് ഉണ്ട്. അതിൽ കാർബൺ 12, അത് 12 അറ്റോമിക് മാസ് ഉള്ള കാർബണിനെ അതിലൊരു ഭാഗമായി, അതിൻ്റെ മാസിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുക. അതിനെയാണെന്ന് പറയുക ഒരു IMU എന്ന് പറയുക. ഒരു IMU ഈസ് ഈക്വൽ ടു 1/12 ഓഫ് ദ മാസ് ഓഫ് എൻ ആറ്റം ഓഫ് കാർബൺ 12. അപ്പോൾ ഇത്രയും ടേംസ് ആണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ഇനി നമുക്ക് അതിൽ നോക്കാനുള്ളത് കണക്കുകളുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഇനി 2-3 ലോ ഓഫ് കൺസർവേഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1. അപ്പോൾ അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ 1 ഗ്രാം. അതാണ് അതിൻ്റെ ഒരു മോള്. അപ്പോൾ കാർബൺ എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ അറ്റോമിക് മാസ് 12. അപ്പോൾ 12 ഗ്രാമാണ് അതിൻ്റെ ഗ്രാം മോളിക്യുലാർ മാസ്. അപ്പോൾ അതിൻ്റെ ഒരു മോൾ എന്ന് പറയുമ്പോൾ 12 ഗ്രാമാണ്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16. അതിൻ്റെ ഗ്രാം മോളിക്യുലാർ മാസ് 16 ഗ്രാം. അപ്പം അതിൻ്റെ ഒരു മോൾ എന്ന് പറയുമ്പോൾ എന്താണ്? 16 ഗ്രാം. അതായത് ഒരു മോള് ഹൈഡ്രജൻ എടുക്കണമെങ്കിൽ നമുക്ക് 1 ഗ്രാം എടുക്കണം. ഒരു മോള് കാർബൺ എടുക്കണമെങ്കിൽ 12 ഗ്രാം എടുക്കണം. ഒരു മോള് ഓക്സിജൻ എടുക്കണമെങ്കിൽ 16 ഗ്രാം എടുക്കണം. അപ്പം ഇത്രയും, അതായത് ഒരു മോള് ഏതൊരു ആറ്റത്തിലും എന്തുണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. ഒരു മോള് ആറ്റത്തിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് 6.022 × 10⁻23. അപ്പോൾ ഒരു മോൾ ഏതൊരാറ്റത്തിൻ്റെയും ഒരു മോൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര എണ്ണം ആറ്റംസ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. 16 ഗ്രാം ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ ഈ 6.022 × 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. ഇത്രയും ആറ്റംസിന് കിട്ടണമെങ്കിൽ കാർബൺ
12 ഗ്രാം എടുത്താൽ മതി. ഹൈഡ്രജൻ 1 ഗ്രാം എടുത്താൽ മതി. അത് ഒരു മോളിൽ ഇത്രയും എണ്ണം ഉണ്ടായിരിക്കും. ഓരോന്നിനും 1 മോൾ എങ്ങനെയാണ് വരണേന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഇനി മോളിക്യൂളിൻ്റെ കേസ് നോക്കും. മോളിക്യൂൾ എന്ന് പറയുമ്പോൾ വാട്ടർ. ഇപ്പോൾ വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് അതിലുള്ള എല്ലാ ആറ്റത്തിൻ്റെയും മാസുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസ് 1 അതുപോലത്തെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 2 × 1 ഓക്സിജൻ്റെ 16 കൂട്ടുമ്പോൾ എന്താണ് 18 വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ്. അതിനെ ഗ്രാമിൽ പറഞ്ഞ എന്തായി? ഗ്രാം മോളിക്കുലാർ മാസായി. അതാണ് അതിൻ്റെ 1 മോള്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയോ മോളിക്കുലാർ മാസ് 44 ഗ്രാമിൽ പറഞ്ഞു 44 ഗ്രാം. അതാണ് 1 മോള്. അതായത് 1 മോള് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കണം. 1 മോള് വാട്ടർ എടുക്കാൻ പറഞ്ഞാലോ 18 ഗ്രാം എടുത്താൽ മതി. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മോള് ഏതൊരു ആറ്റത്തിലും അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരുന്നു. അതേപോലെ എന്താണ് 1 മോള് ഏതൊരു മോളിക്യൂളിലും അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. സെയിം തന്നെ, ആറ്റാണെങ്കിൽ ആറ്റം, മോളിക്യൂളാണെങ്കിൽ മോളിക്യൂള്. 1 മോൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും എണ്ണം മോളിക്യൂള് ഉണ്ടായിരിക്കും. നമുക്ക് 2 ലോസ് ആണ് നോക്കാനുള്ളത്. അതിലൊന്നാമത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഈ ലോ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ലാവോസിയർ ആണ്. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. In all physical and chemical changes, the total mass of reactants is equal to total mass of product. ഒരു കെമിക്കൽ റിയാക്ഷനിൽ എത്ര റിയാക്റ്റൻസ് ഉണ്ടോ അതിൻ്റെ മാസ് തന്നെയാണ് എന്ത്? പ്രോഡക്റ്റിൻ്റെ മാസ്. പ്രോഡക്റ്റിൻ്റെ മാസും റിയാക്റ്റൻറ്റിൻ്റെ മാസും എന്താണ്? സെയിം ആയിരിക്കുന്നത്. ഇപ്പോൾ H2O H+O അപ്പോൾ അതിൻ്റെ എഴുതുമ്പോൾ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്ര തന്നെ ഹൈഡ്രജൻ എവിടെ ഉണ്ടായിരിക്കും? പ്രോഡക്റ്റിലുണ്ടായിരിക്കും. റിയാക്റ്റൻസിൽ എത്ര ഓക്സിജൻ ഉണ്ടോ അത്ര തന്നെ ഓക്സിജൻ പ്രോഡക്റ്റിലുണ്ടായിരിക്കുന്നു. റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും പ്രോഡക്റ്റിൻ്റെ സൈഡിലും ആറ്റംസിൻ്റെ അല്ലെങ്കിൽ എന്താണ് ആറ്റംസിൻ്റെ അല്ലെങ്കിൽ ആറ്റംസിൻ്റെ നമ്പർ സെയിം ആയിരിക്കും. അതായത് അവരുടെ മാസ് സെയിം ആയിരിക്കും. മാസ് അവിടെ കൺസർവ് ചെയ്യുന്നു. മാസ് കുറയുകയോ കൂടുകയോ ഒന്നും ചെയ്യുന്നില്ല. റിയാക്റ്റൻസിൻ്റെ എത്ര മാസ് ഉണ്ട് അത്ര തന്നെ എന്താണ്? പ്രോഡക്റ്റിനും മാസ് ഉണ്ട്. In all physical and chemical changes, the total mass of reactants is equal to total mass of product. ഇനി അടുത്തത് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ. അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് പ്രൗസ്റ്റ് ആണ്. JL പ്രൗസ്റ്റ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് ഇത് ഈ ലോ കൊണ്ടുവന്നിട്ടുള്ളത്. A chemical compound is always found to be made up of the same elements combined together in the same proportion by weight. ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ എന്താണ് അവിടെയുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആ കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അത് സെയിം പ്രപ്പോർഷനിലാണ് പ്രോഡക്റ്റ് ആയിട്ട് വരികയെന്ന്. ഇപ്പോൾ അതിൻ്റെ വെയിറ്റ് സെയിം പ്രപ്പോർഷനിൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടറിൽ ഹൈഡ്രജനും ഓക്സിജനും 1:8 അവരുടെ വെയിറ്റിൻ്റെ 1:8 എന്ന് പറയുന്ന പ്രപ്പോർഷനിൽ തന്നെയാണ് അവർ പ്രോഡക്റ്റായിട്ട് വരുന്നത്. In a chemical compound is always found to be made up of the same element combined together in the same proportion by weight. വെയിറ്റിൻ്റെ സെയിം പ്രപ്പോർഷനിലാണ് അവർ കമ്പൈൻ ചെയ്തിട്ട് പ്രോഡക്റ്റുകൾ ഉണ്ടാവുന്നത്. ഇതാണ് എന്ത്? പ്രൗസ്റ്റിൻ്റെ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രപ്പോർഷൻ പറയണത്. അപ്പോൾ ഈ 2 ലോസും കൂടെ നോക്കി വയ്ക്കാം. അപ്പോൾ ഈ 2 ലോസ് നോക്കുക. ജോൺ ഡാൾട്ടൻ്റെ ആ തിയറി നോക്കുക. പിന്നെ ഈ ടേംസുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ടേംസുകൾ 1 വേർഡിനൊക്കെ ചോദിക്കാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് കുറേ കണക്കുകളാണ്. അതാണ് പിന്നെ മെയിനായിട്ട് വലിയ മാർക്കൊക്കെ ആയിട്ട് ചോദിക്കാം. അത് നമുക്ക് നോക്കാം കേട്ടോ. ഇനി വേറൊരു കണക്കാണ്. ഒരു നൈട്രജൻ ഗ്യാസിൽ 4.22 × 10⁻23 മോളിക്യൂൾ ഓഫ് നൈട്രജൻ മോളിക്യൂൾ ഉണ്ടെന്ന്. അത്രയും എണ്ണമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നൈട്രജൻ ഗ്യാസിന് എത്ര മോൾസ് ഓഫ് നൈട്രജൻ ഗ്യാസ് ഉണ്ടെന്ന്. നൈട്രജൻ ഗ്യാസിൽ ഇത്ര നമ്പർ മോളിക്യൂൾസ് ഉണ്ട്, എണ്ണമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എത്ര മോൾ ഉണ്ടെന്ന് എങ്ങനെ കാണോ? ഒന്നും ചെയ്യണ്ട. 1 മോളിൽ എത്ര നമ്പർ ഉണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പം നമുക്ക് തന്നിട്ടുള്ളതിന് എന്ത് ചെയ്താൽ മതി? ആ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് നമുക്ക് ഇത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് എത്ര മോൾ ഉണ്ടെന്ന് കാണാനായിട്ട് ഒന്നുമില്ല. നമുക്ക് 1 മോളിൽ എത്ര
നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് അറിയാം. എങ്ങനെയാ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ മോൾസ് ഈസ് ഈക്വൽ ടു എന്താണ്, ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞത് ആ നൈട്രജൻ ഗ്യാസിൽ 4.22 ഇൻറ്റു 10⁻23. അതിനെന്ത് ചെയ്യുക, ഒരു മോളിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. ഒരു മോളിൽ എത്രയുള്ളത് 6.022 ഇൻറ്റു 10⁻23 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം എത്രയാണ് 0.70, അതായത് 0.7 മോളാണ് ആ നൈട്രജൻ ഗ്യാസിലുള്ളത്. മനസ്സിലായോ? ഇനി എത്ര മോള് ഉണ്ടെന്ന് കാണാൻ തന്നെയുള്ള ഒരു കണക്ക് തന്നെയാണ്. അത് വേറൊരു ടൈപ്പിൽ. നേരത്തെ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിട്ട് മോള് കാണാനല്ലായിരുന്നേ. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കോപ്പർ ആറ്റം. ആ കോപ്പർ ആറ്റം എന്ന് പറയുമ്പോൾ അതിൽ 3.05 ഗ്രാം വരുന്ന കോപ്പർ ആറ്റം, അതിൽ എത്ര മോൾസ് ഉണ്ടെന്ന്, 3.05 ഗ്രാം വരുന്ന കോപ്പറിൽ എത്ര മോൾ ഉണ്ടെന്ന്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്, മാസാണ്. അവിടെ നമ്പറാണ് തന്നിരിക്കുന്നത്. അവിടെ എത്ര എണ്ണം മോളിക്യൂൾസ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ്, അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ മാസാണ് തന്നിരിക്കുന്നത്. മാസ് തന്നിരിക്കുമ്പോൾ ആറ്റം ആണോ മോളിക്യൂൾ ആണോ നോക്കാം. ആറ്റമാണ്, അപ്പോൾ അതിൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മോളിക്യൂൾ ആണെങ്കിലോ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോപ്പർ ആറ്റാണ്, അപ്പോൾ ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ്. അപ്പം നമുക്ക് തന്നിട്ടുള്ളത് 3.05 ആണ് ബൈ കോപ്പറിൻ്റെ അറ്റോമിക് മാസ് 63.5. അപ്പോൾ 0.048 മോള് കിട്ടും. ഇതിൽ ചോദിക്കാവുന്ന വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് മാസ് പെർസെൻറ്റേജ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു മോളിക്യൂൾ തന്നിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് തന്നിട്ട്, ഇപ്പോൾ വാട്ടറോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ Fe3O4, അപ്പോൾ അത് തന്നിട്ട് എന്താണ്, അതിൽ ഇന്ന ആറ്റത്തിൻ്റെ മാസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിക്കാം. അപ്പോൾ മാസ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മോള് തന്ന കോമ്പൗണ്ടിൽ എത്ര മാസ് നമുക്ക് കാണാനുള്ള ആറ്റം ഉണ്ട് ബൈ ആ കോമ്പൗണ്ടിൻ്റെ മോളാർ മാസ് ഇൻറ്റു 100. ഈ കണക്ക് പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ നോക്കിയേ Fe3O4 ആ ഒരു കോമ്പൗണ്ടിൽ അയണിൻ്റെയും ഓക്സിജൻ്റെയും മാസ് പെർസെൻറ്റേജ് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, മോളാർ മാസ് ഓഫ് ഈ അയൺ ഓക്സൈഡ്, അയണിൻ്റെയും ഓക്സിജൻ്റെയും കണ്ടുപിടിക്കുക. ഇപ്പോൾ വാട്ടർ എന്നാലും കാർബൺ ഡൈ ഓക്സൈഡ് എന്നാലും എന്ത് ചെയ്യുക, ആദ്യം അതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുക. മോളാർ മാസ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് അറ്റോമിക് മാസ് ഒക്കെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതെ Fe3O4 ആണ്. Feയുടെ അറ്റോമിക് മാസ് 56 ആണ്. അതുപോലത്തെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 × 56 പ്ലസ് ഇനി ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. അതുപോലത്തെ 4 എണ്ണം ഉണ്ട്. അപ്പോൾ 4 × 16, അപ്പോൾ ചെയ്യുമ്പോൾ എത്രയാണ് 232 ആണ് Fe3O4ൻ്റെ മോളാർ മാസ്. ഇനി അതിൽ നമ്മൾ അയണിൻ്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പോവാം. മാസ് പെർസെൻറ്റേജ് ഓഫ് അയൺ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് അയൺ ഇൻ 1 മോൾ ഓഫ് Fe3O4 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് Fe3O4 ഇൻറ്റു 100. ഇനി കാണാനുള്ളത് 1 മോൾ Fe3O4 എന്താണ്, നേരത്തെ നമ്മൾ മോളിക്യൂളിൻ്റെ കഥ പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ്. എന്താണ്, ഈ 232 ഗ്രാമാണ് എന്ത്, അതിൻ്റെ 1 മോൾ എന്ന് പറയണത്. അപ്പോൾ 1 മോൾ Fe3O4 എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം, 232 ഗ്രാം എടുക്കണം. വാട്ടർ എടുക്കണമെങ്കിൽ നമ്മൾ 18 ഗ്രാം എടുത്തില്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ 44 ഗ്രാം എടുത്തില്ലേ. അതേപോലെ Fe3O4 എന്ത് വേണം, 232 ഗ്രാം എടുക്കണം. അപ്പോൾ 1 മോൾ ഓഫ് Fe3O4 എന്ന് പറയണത് ഈ മോളാർ മാസിനെയാണ് പറയണത്. അപ്പം അതിലെത്ര Fe ഉണ്ടെന്ന്, എത്രയുണ്ട്, 3 × 56. 3 × 56 ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളാർ മാസ് 232 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 72.42% കിട്ടും. അപ്പോൾ അയണിൻ്റെ പെർസെൻറ്റേജ് അത്രയാണ്. ഇനി ഓക്സിജൻ്റെയോ സെയിം തന്നെ. Fe3O4ൽ എത്ര, 1 മോൾ ഓഫ് Fe3O4 അതായത് 232 ഗ്രാം Fe3O4ൽ എത്ര മാസ് അയണുണ്ട്, ഓക്സിജൻ ഉണ്ട്, 4 × 16 ബൈ മോളാർ മാസ് 232 ഇൻറ്റു 100. അപ്പോൾ 27.58%. ഇതാണ് ഓക്സിജൻ്റെ മാസ് പെർസെൻറ്റേജ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, തന്നിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുക. അതിന് ശേഷം ആ മോളാർ മാസ് നമ്മൾ ഗ്രാമിൽ എഴുതിയ എന്തായി, മോളാർ മാസ് കണ്ടുപിടിച്ചു. ഇനി ആ മോളാർ മാസ് തന്നെയാണ് എന്ത്, 1 മോൾ എന്ന് പറയുന്നത്. 1 മോൾ എന്ന് പറയണത്. അപ്പോൾ ആ 1 മോളിൽ എത്രയുണ്ടോ ബൈ അതിൻ്റെ മോളാർ മാസ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ മാസ് പെർസെൻറ്റേജ് കിട്ടും. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും ചോദിക്കാം കേട്ടോ.
വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട്. എംപെരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആണ്. അപ്പോൾ അതിന് നമുക്ക് തന്നിട്ടുള്ളത് 2 ആറ്റംസ് ഉണ്ട്, കാർബണും ഓക്സിജനും. അതിൽ കാർബണിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 53.1%. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം എന്താണ് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ബാക്കി ടോട്ടൽ എത്ര വരിക, 100 ആണ് വരിക. അപ്പോൾ 2 കോമ്പൗണ്ടേ ഉള്ളൂ. കാർബൺ എന്ന് പറയുന്നത് 53.1% ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓക്സിജൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി ഓക്സിജൻ എന്ന് പറയുന്നത് അപ്പോൾ 100ൽ നിന്ന് നമുക്ക് കുറച്ചാൽ മതിയല്ലോ. 100ൽ നിന്ന് കുറയ്ക്കുമ്പോൾ 46.9% കിട്ടും. അപ്പോൾ കാർബൺ 53.1, ഓക്സിജൻ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ 100ൽ നിന്ന് കുറയ്ക്കുമ്പോൾ 46.9 കിട്ടും. ഇനി നമ്മൾ ഇതിൽ ഓരോന്നിനുള്ള മോൾസ് കണ്ടുപിടിക്കണം. മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അവർ തന്നപ്പോൾ നമ്മൾ വിചാരിക്കുക ഇതൊരു 100 ഗ്രാമാണ് എടുത്തിട്ടില്ലെന്ന് വിചാരിക്കുക. 100 ഗ്രാമിൻ്റെ കേസാണ്. 100 ഗ്രാം കോമ്പൗണ്ടിൻ്റെ കേസ് ആണെങ്കിൽ എന്തായി, ഇത് ഗ്രാമായിട്ട് മാറും അല്ലേ. 53.1 ഗ്രാം ബാക്കിയുള്ള എത്രയാണ്, 46.9 ഗ്രാമായിട്ട് മാറും. അപ്പോൾ അത്രയും ഗ്രാമിലത്തെ കഥയാണ് പറയണത്. അപ്പോൾ ഗ്രാം തന്നു കഴിഞ്ഞാൽ എന്താണ്, ആ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് മോള് കിട്ടും. അപ്പോൾ അങ്ങനെ രണ്ടിൻ്റെയും മോളുകൾ കണ്ടുപിടിക്കുക, എത്ര മോളുണ്ടെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റേഷ്യോ കിട്ടും. 1.5:1 അല്ലെങ്കിൽ എന്താണ് 3:2 എന്നാണ് അതിൻ്റെ എംപെരിക്കൽ ഫോർമുല വരിക. അപ്പോൾ ഈ കോമ്പൗണ്ട് എങ്ങനെ വരിക, C3 അതുപോലെ തന്നെ O2, ഇതാണ് അപ്പോൾ കോമ്പൗണ്ട് വരിക. C3 ഇങ്ങനത്തെ കോമ്പൗണ്ടോ എന്നറിയില്ല, ഇതൊരു കണക്കിന് തന്നിരിക്കുന്നതാണ്. C3O2 അങ്ങനെയാണ് ആ കോമ്പൗണ്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെയാണ് വരാവുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചെയ്ത കണക്കുകൾ തന്നെ ഒന്നും കൂടിയും ആ മോഡൽസ് ഒന്ന് നോക്കുക, പിന്നെ ഉള്ളതൊക്കെ നോക്കാം. മറ്റേ ഡാൾട്ടൻ്റെ തിയറിയും കണക്കിൻ്റെ ഈ ടൈപ്പ് കണക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ വേറെ കോമ്പൗണ്ടുകളൊക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ല, ആ മോൾസിൻ്റെ ആറ്റംസിൻ്റെയൊക്കെ പറഞ്ഞപ്പോൾ വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതൊക്കെ മാറി മാറി വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയണത്. അപ്പോൾ കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ നോക്കി ഒന്ന് പഠിക്കാനുണ്ട്. കാരണം ഈ കണക്കുകൾ വരുമ്പോൾ നമുക്ക് തെറ്റാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സെയിം കണക്ക് തന്നെ കുറച്ച് വട്ടം ചെയ്ത് നോക്കുക. അതുകൂടാണ്ട് എന്താണ് വേറെ മാറ്റി ടൈപ്പൊക്കെ സെയിം തന്നെയായിരിക്കും. ഇപ്പോൾ ഇവിടെ കാർബൺ ഓക്സിജൻ തന്നത് അല്ലെങ്കിൽ ഈ ഒരു പെർസെൻറ്റേജ് തന്നത് വേറെ തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഈ ഒരു മോഡൽ ഇങ്ങനെ ചെയ്ത് പഠിക്കാം. ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.